ബറിയൽ നടത്തരുത്. വി നീഡ് ദ ബോഡി ബാക്ക്. എന്നാത്തിന്? സിസ്റ്റർ അമലയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ, ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്കില്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണോ ഉള്ളത്? ആർക്കാ ദണ്ണോന്ന് അറിയണോ തനിക്ക്? അറിയണം. എഴുത്തച്ഛാ, ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതേടാ, എന്റെ പെങ്ങളെ കഷ്ടകാലത്തിൽ അവർ നിന്റെയൊക്കെ രൂപത്തിൽ കന്യാസ്ത്രീ ആയത് അന്ന് തുടങ്ങിയ എന്താടാ നിനക്കൊക്കെ വെട്ടിക്കേറി വീതം വെച്ച് കളിക്കാൻ? ഇതെന്താ മെഡിക്കൽ കോളേജിലെ ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ? വെഞ്ചരിച്ച് ഒപ്പീസും ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. ഒരെങ്ങാനും നിന്റെ കൈ തൊട്ടാൽ ആ കൈവെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണ കളി അടച്ചനെ. പള്ളി തുറന്നു പോകാം. അടിച്ച് നിരന്തരം അടിച്ച് ഒതുക്കാമല്ലേ? മധ്യമേഖലയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈശോ പണിക്കർ IPS സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ DIG ആയി നിയമിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു. മന്ത്രി തോമായോ? യൂദാസ് എന്ന് പറ. അവൻ കത്തോലിക്കനല്ല ജെയിംസേ, നത്തോലിക്കനാ. ഞരമ്പിൽ ചോരയ്ക്ക് പകരം ചല ഒഴുകുന്ന എണ്ണം കെട്ട സഭാദോഷിയാ. ഓ, മന്ത്രിയാന്ന് പോലും. എടോ, IG ആയിട്ട് താൻ ഇവിടെ ഉള്ളപ്പോഴത്തേനും DIG ആയിട്ട് അവൻ ഏത് ഡയബോളനെ കൊണ്ടുവന്നാലും ഇവിടെ കോപ്പാ. ആ, താൻ വെച്ചോ, പിന്നെ വിളിക്കാം. എന്നതാച്ചോ ജെയിംസ് സാർ പറഞ്ഞത്? മന്ത്രി തോമാച്ചൻ ഡൽഹിയിൽ നിന്നൊരു കാവൽ മാലാഖയെ കൊണ്ടിരുന്നു. ഇടമറ്റം പാലയ്ക്കൽ ഈശോ പണിക്കർ IPS. മധ്യമേഖലയ്ക്ക് ഒരു പുതിയ DIG എന്ന വെപ്പ്. പക്ഷേ ചാവുദോഷപ്പെട്ട അമലാമ്മച്ചിയുടെ ചവക്കുഴി മാന്താനാവും വരുന്നത്. നമ്മൾ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞേച്ചാ മതി. അവൻ ആദ്യം ഏതു വാതുക്കലാ മുട്ടുന്നതെന്ന് നോക്കട്ടെ. പിതാവിനെ ഒന്ന് കാണും. തട്ടപ്പാതരായിക്ക് കയറി വന്നിട്ട് പിതാവിനെ കാണണമെന്നോ? പിതാവ് ആരാന്നാ? സാധാ കപ്പിയാരാന്ന് കരുതിയോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ തനിക്ക്? ഇല്ല. ഫോണെ വിളിച്ചായിരുന്നോ? ഇല്ല. പിതാവിനെ മുൻപരിചയം ഉണ്ടോ? അതുമില്ല. പിതാവിന് തന്നെ അറിയാവോ? ഓ, അതെനിക്കറിയാൻ മേല. താൻ ഇങ്ങനെ എന്നാ ചോദിച്ചാലും അല്ല ഇല്ല പുല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഇല്ലാത്ത കാര്യം പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഉള്ള ഒരു കൂട്ടം കാണിക്കാം. ഈശോ പണിക്കർ IPS DIG. യെസ്. സോറി സർ, വന്നത് അകത്തോട്ട് വന്നത് നമുക്കൊന്നിച്ച് പിതാവിനെ കാണാമല്ലോ. അതെ, അച്ഛൻ ഒരു അല്പനേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ. കുറച്ചു നേരം കാറ്റുകൊള്ളു. ഞങ്ങൾ കണ്ടോ. നടക്കച്ച. ഫാദർ കാളിയാർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല. അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈശോ ഡൽഹിന്ന് ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ IPS അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രൽ കുർബാന കൂടാൻ പോകാൻ താൻ ശരിയല്ലേ? ഉവ്വ്. പുന്നശ്ശേരി പിതാവിൻ്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ DIG വിടുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സത്യത്തിൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് ഡൽഹി ബിഷപ്പ് മാനുവൽ പെരേരയാണ്. ഈ മുഖം ഓർക്കാൻ നാം അല്പം ക്ലേശിച്ചു. മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ. പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല, ശ്രമിച്ചിട്ട്. കഴിഞ്ഞ ലക്കം ഒബ്സർവറിൻ്റെ മുഖചിത്രം തിരുമേനിയുടെ ഈ മുഖമായിരുന്നു. ഒരടിക്കുറിപ്പ്, ദ ഹോളി മർച്ചന്റ്. ഇനിയുണ്ട് ബിരുദങ്ങൾ.
കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ 3 ലക്ഷം വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ്. ശരിയല്ലേ? പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല, അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന അപ്പച്ചൻ പറഞ്ഞു. ചാക്കോ തോന്നിപ്പിക്കും. നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ. അപ്പൻ്റെ ഉള്ള് മുഴുവനായി എനിക്കറിയാം. മകൻ്റെ ഉള്ളിലിപ്പ് എനിക്കറിയില്ല. എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ അനുവാദം. ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല. ഉണ്ടോ? പക്ഷെ എൻ്റെ അന്വേഷണത്തിൽ പിതാവിൻ്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ക്രൂസ് ചേക്കണം. കാനോൺ നിയമം വെച്ചല്ല, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച്. അത് DIയുടെ മുമ്പിൽ നിൽക്കുന്ന നാം ആണെങ്കിൽ പോലും. ദയവേണ്ട, ഭയവും വേണ്ട. താങ്ക്സ്. ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതയുടെ മേൽ പതിച്ചിരിക്കുന്നു. ഈശോ എന്ത് വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴുകിക്കളയണം. എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഒരു കൊടിയുടെയും കുരിശിൻ്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വച്ചിട്ടില്ല. മിസ്റ്റർ DIജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ അധികാരത്തിന് കീഴിൽ വരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആരും തടയില്ല. യു ക്യാൻ പ്രൊസീഡ്. ഗോഡ് ബ്ലസ് യു. ആരാ? ഞങ്ങള് ചിലതെല്ലാം കൂട്ടിക്കിഴിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ അച്ചോ? അവനെങ്ങാനും കല്ലറാമാന്തി പൊളിക്കാനും കുഴി തോണ്ടി നോക്കാനും പുറപ്പെട്ടാൽ അവൻ ചെന്നടനാലും കീറി തൊലി ഉരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ചുണക്കിയെടുത്ത് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങള്. അവിടെ കിടന്ന് പൊരിയും. അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും, എനിക്ക് മതിയായേ. ഒന്ന് നിർത്തണ്ട അച്ചോ. ആ എന്റെ ഈശോയെ, ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? രക്തച്ചൻ പറഞ്ഞ നാവങ്ങ് എടുത്തേ ഉള്ളൂ. This is fantastic. എന്നതാ, ഫുഡാന്നോ? അല്ല, ഈ വീട് റോയൽ ആൻഡ് നോബിൾ. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള തറവാട്ടിലാ ജെയിംസ് കുട്ടി ജനിച്ചത്. എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല, ഇല്ലയോ? ചുമ്മാതിരി മാമച്ച. ഈശോ നസ്രാണിയാ. ഓ, അതിന്റെ ഒരു ഗുണവുമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഇത് ഞങ്ങളുടെ സ്നേഹവിരുന്ന കൂട്ടായ്മ, പോഷിത പ്രവർത്തനം. പോഷിത പ്രവർത്തനം അല്ലച്ചോ, പ്രേഷിത പ്രവർത്തനം. പട്ടക്കാരനെ തിരുത്താൻ നീ ആരാടാ? വത്തിക്കാനിന്ന് വന്ന മാർപ്പാപ്പായോ? അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്ക് വൽപ്പാനോ? പരിഹാസി. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്രികളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നേ. ഇത് ഞാൻ പറയത്തില്ല. വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വലിയ ഈശോയോ? ആ വലിയ ഈശോ തോറ്റെടുത്ത് ഈ കൊച്ചി ഈശോ എവിടെ ജയിക്കാനാ? ജയിക്കില്ലടാ നീയൊന്നും ഒരിക്കലും ഇവിടെ. ആ ബോധം ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത്. കേറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ, നിന്റെ സെൻട്രൽ സോൺ, അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ. എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട്. അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ. ഓ, ഞാൻ പറയുന്ന പോലെ ആർക്കോടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ. എന്തിന്? മീനച്ചിലാറിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ. ആ പിന്നെയാണോ കാക്കിയിട്ട് ഈ അക്കാനി മാടന്മാർ? ഫാദർ, താൻ വെറുതെ കിടന്ന് വിറയ്ക്കാതടോ ജെയിംസേ. ഇവനെന്നാ ഞങ്ങളെ അങ്ങ് വാരി വിഴുങ്ങുവോ? ആ ഇച്ചിരി കൂടി അങ്ങ് വാരി വിളമ്പി കൊടുമാമച്ചാ, നിറയട്ടെ വയറ്. മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് തന്റെ ഈ കൊച്ചും മോനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും. ചുരുട്ടിക്കെട്ടിയ വാലും വാലിനടിയിലെ. അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാകും. മാമച്ച പ്ലീസ്. ഇല്ലടോ, പണിക്കന്റെ തലയെ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല, പഞ്ചാര അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലല്ലയോ? കൊള്ളിച്ചോറും തീറ്റിച്ച് ദേ വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ. എന്നിട്ട് തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ചൊരിയും. ആർജാക്ക് തിരുനെൽവേലി മയിൽമാർക്ക് പഞ്ചാര. അതങ്ങിട്ട് മൂടിവെച്ച് ഒടുക്കത്തെ തൈലംപൂശ് അങ്ങോട്ട് നടത്തും നറുനെയ് കൊണ്ട്. പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി
ഒരൊറ്റ കൊള്ളി മതിയടാ. നിന്റെ ഈ വെള്ളി കെട്ടിയ തടിയുണ്ടല്ലോ, കൊഴുക്കട്ട പായസം പോലെ വഴവഴാന്നിരിക്കും. അലുവ പാകം. അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായിട്ടാൽ പൂക്കും. ദേ ഈ വണ്ണത്തിലിരിക്കും ഏലക്ക. ഉം. നീ ഡൽഹിന്നല്ല, ഏത് കണറ്റിക്കെട്ടിന്ന് വന്നാലും മാമച്ചന് ദേ രോമ രോമം. എടാ എരന്നുണ്ണി മത്തി മാമച്ച. എന്താണ് നീ എന്നെ വിളിച്ച? പഴയ സേണയും എന്താ കേട്ടപ്പോ ഞെട്ടിപ്പോയോ? കിഴക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ്. കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് നടുങ്ങണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ച. താനും തന്റെ ഈ ജാതി കൂട്ടൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇരന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാർന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ DIG കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവരുന്നതിനിടയിലോട്ട് കയറി വന്നത്. പിന്നെ നിന്റെ പഞ്ചാരയുടെ ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ അടയ്ക്കാനുണ്ടല്ലോ. തിരുനെൽവേലി പഞ്ചാരയും നറുനെയ്യും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കണ്ടടാ കൂവേ. കണ്ടോ, താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ കുത്ത്. വേണ്ട, വേണോ വേണ്ടോ എന്ന് ഇയാൾ തീരുമാനിക്കട്ടെ. നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ, അതിനകത്തൊരു നാരുണ്ട്, സുഷുമ്ന നാടി. അതിങ്ങനെ ചൂണ്ടുവരലെ ചുറ്റി ചുറ്റി വലിച്ചിങ്ങ് പൊട്ടിച്ചെടുക്കും ഞാൻ. പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്നു നിന്ന് മുള്ളാൻ പോലും പൊങ്ങുകയല്ല മാമച്ചന്റെ ഈ നാറിയ തടി. തൽക്കാലം ഇത് തന്റെ കണക്റ്റിക്കെട്ടിനകത്തോട്ട് വെച്ചു. വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാൽ മതി കേട്ടോടാ പന്ന. ഈശോ വിട്ടുകളാ, വിവരമില്ലാതെ അങ്ങേര് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് വന്നാട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ഒരിക്കലാണോ എനിക്ക്